രക്ഷയില്ല മോളെ. നമുക്ക് ഭക്ഷണം കഴിക്കുന്ന മാത്രമല്ല, ഭയങ്കര റിലേഷൻഷിപ്പും കൂടിയാണ് ഇവരായിട്ട്. നമുക്ക് നമ്മളെ വീട് പോലെ നമുക്ക് കാണാല്ലേ ചന്ദ്രജി. നമുക്ക് പാചകം ചെയ്യുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാം. നമ്മുടെ സ്വന്തം കൊയിലാണ്ടിയിലാണ് കേട്ടോ ഈ ഒരു ഹോട്ടൽ വരുന്നത്. ഇവിടെ വരുമ്പോൾ നമുക്കൊരു 70-80കളിലെ പല ചിത്രങ്ങളും ഓർമ്മ വരും. സ്നേഹത്തോടെ മായമില്ലാത്ത ഭക്ഷണം വിളമ്പുന്ന ചന്ദ്രയേച്ചിന്റെ കട. ആർഭാടമൊന്നുമില്ലാത്ത ഈ ഒരു കുട്ടി ഹോട്ടലിൽ ഒരുപാട് നല്ല വിഭവങ്ങളാണ് ഇവര് സെർവ് ചെയ്യുന്നത്. നല്ല നാടൻ ബീഫ് കറിയിലും പൊറോട്ടയിലും തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഒരുപാട് ഇഷ്ടപ്പെട്ടില്ല. മുളകിട്ട അയലക്കറിയും മീൻ പൊരിച്ചതും പൊറോട്ടയും കൂടെ നല്ല അടിപൊളിയുടെ തട്ടാണ് കേട്ടോ നമ്മുടെ ആശാൻ. പുട്ടും ബീഫ് കറിന്റെ കോമ്പിനേഷൻ പറയാതിരിക്കാൻ വയ്യ, അസാധ്യ ടേസ്റ്റ് തന്നെയായിരുന്നു. നല്ല നാടൻ കപ്പക്കറി, അടിപൊളി പൊരിച്ച പത്തിരിന്റെ പൊറോട്ടന്റെ കൂടെ കിടിലൻ ടേസ്റ്റ് തന്നെയായിരുന്നു. എന്നത്തെ എന്റെ ഫേവറേറ്റ് പഴംപൊരിയും ബീഫ്. പത്തിരി ബീഫ് ഫാൻസ് ഉണ്ടെങ്കിൽ വേഗം വന്നോളൂ കേട്ടോ. ഇവര് തന്നെ ആട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണയിൽ മായമില്ലാതെയാണ് ഇവർ ഈ ഭക്ഷണം എല്ലാം കുക്ക് ചെയ്യുന്നത്, അതും വിറകടുപ്പിൽ. ചന്ദ്രകേച്ചിയും ഭർത്താവും കൂടെ രാവിലെ 4 മണി മുതൽ 7 മണി വരെയാണ് ഈ ഒരു ഹോട്ടൽ നടത്തുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് വരുന്നതാണ്, വീട്ടിൽ നിന്ന് കഴിക്കുന്ന അതേ ഫീലിംഗാണ് നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നത്. വീട്ടിൽ നിന്ന് സെർവ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവര് നമുക്ക് ഫുഡ് സപ്ലൈ ചെയ്യുന്നത്. അറ്റാച്ച്മെന്റ് ആണ് ഇവരോട്. ഒരു കൊല്ലമായിട്ട് ഇപ്പോൾ ഇവിടെ വരുന്നുണ്ട്. എല്ലാ സൺഡേയും നമ്മൾ മുടങ്ങാണ്ട് ഇവിടെ വരാറുണ്ട്. ഞങ്ങൾ ഏകദേശം ഒരു 8-9 ആൾക്കാർ വരാറുണ്ട്. ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കൊയിലാണ്ടി മുത്താമ്പി പാലം കഴിഞ്ഞ് കുന്നോത്ത് മുക്കിലാണ്. ഈ ഒരു ഹോട്ടലിനോട് ചേർന്ന് തന്നെ നല്ലൊരു സംഭാരവും സർബത്തവും കിട്ടുന്ന കടയുണ്ട്. അവിടെ ഞങ്ങൾ മോരും പാൽ സർബത്തവും കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. നമ്മുടെ കൊയിലാണ്ടിക്കാർക്ക് ഞാൻ ഈ ഒരു സ്പോട്ട് എന്തായാലും സജസ്റ്റ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നത്. ബൈ, ദിസ് ഇസ് മീ എക്താനിൽ കുമാർ.